ഇനി വേണ്ടത് കേവലം 4 കോടി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. ഇനി വേണ്ടത് കേവലം 4 കോടി. ആ ഓൾ ടൈം റെക്കോർഡിലേക്ക് നടന്നെടുക്കുകയാണ് ദൃശ്യം 3. പറഞ്ഞു വരുന്നത് ദൃശ്യം 3യുടെ റെക്കോർഡിനെ കുറിച്ചാണ്. മോഹൻലാൽ നായകനായി മെയ് 21 പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ദൃശ്യം 3. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഫ്രാഞ്ചൈസികളിൽ ഒന്നായി മാറിയ ദൃശ്യത്തിന്റെ 3ാം ഭാഗവും വൻ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. 7ാം ദിനം എത്തിയപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം 200 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞിരുന്നു. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളും മോഹൻലാൽ നായകനായി 200 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങൾ തന്നെയാണ്. നിലവിൽ 231.26 കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് സാക്നിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും 4ാമത്തെ ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് നേടാൻ ഇനി കേവലം 4 കോടി രൂപയുടെ വ്യത്യാസം മാത്രമാണ് ദൃശ്യം 3 ഉള്ളത്. ആഗോളതലത്തിൽ 235.26 കോടി നേടിയ ചിത്രമാണ് വാഴ 2, ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്നാണ് ആ ഒരു ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കാനുള്ളത്. വൻ നേട്ടം തന്നെയാണ് ആ ചിത്രം നേടിയെടുത്തത് എന്നാണ്. ദൃശ്യം 3ക്ക് തൊട്ടുമുകളിൽ ഈ സിനിമയാണുള്ളത്. തുടർന്നുള്ള സ്ഥാനങ്ങളിൽ യഥാക്രമം മഞ്ഞുമ്മൽ ബോയ്സ് 241.03 കോടി, എമ്പുരാൻ 266.81 കോടി, ലോക ചാപ്റ്റർ 1 ചന്ദ്ര 303 കോടി എന്നീ ചിത്രങ്ങളാണ് ഉള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള റിലീസുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ അത് വലിയ ഹിറ്റിലേക്ക് തന്നെ കുതിക്കും. മാത്രമല്ല റെക്കോർഡുകളും തകർന്നടിയും. പക്ഷേ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക എന്ന ചിത്രമാണ്. അതിനെ വെല്ലുന്ന ഒരു ചിത്രം ഇനി പിറക്കേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയിൽ റിലീസിനായി ഏവരും ഒന്നടങ്കം കാത്തിരുന്ന സിനിമ കൂടിയാണ് ദൃശ്യം 3. വലിയ ഹൈപ്പ് തന്നെ ചിത്രത്തിനുണ്ടായിരുന്നു. ആദ്യ ഭാഗവും 2ാം ഭാഗവും നൽകിയ വിജയങ്ങൾ പ്രതീക്ഷകളെല്ലാം തന്നെ കൂട്ടി എന്നുള്ളതാണ് കാരണം. എന്നിട്ടും ചിത്രത്തിന് 300 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാതിരുന്നത് കാരണം ഒരുപക്ഷെ മെയ്യിൽ റിലീസായിരിക്കാമെന്നാണ് കരുതുന്നത്. ചിത്രം ഒരു ഏപ്രിലൊക്കെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം തന്നെ പഴങ്കഥയായേനെ എന്നുള്ള മറ്റൊരു വെർഷനും കേൾക്കാനുണ്ട്. തന്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാവുമോ അതോ 4ാം ക്ലാസ്സുകാരന്റെ കൂർമ്മബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനായിരുന്നു എല്ലാ മലയാളികളും ഈ സിനിമയെ കാത്തിരുന്നത്. 3ാം ഭാഗവും ഇമോഷനും പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ ബോക്സ് ഓഫീസ് തൂക്കുന്ന പ്രകടനമാണ് ദൃശ്യം 3 തിയേറ്ററുകളിൽ കാഴ്ചവെക്കുന്നത്. UA 13+ സർട്ടിഫിക്കറ്റാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2 ആഗോള റിലീസ് നിശ്ചയിച്ചിരുന്ന ചിത്രം പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ മെയ് 21 നീട്ടുകയായിരുന്നു. ഏപ്രിൽ 2 തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 300 കോടിക്ക് മുകളിൽ പോകുമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാ നിരൂപകരും കരുതുന്നത്. മോഹൻലാലിന് പുറമെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ശരത് സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഇർഷാദ്, ഗണേഷ് കുമാർ തുടങ്ങിയ താരങ്ങളും സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2 റിലീസിംഗിനായി ഒരുങ്ങുകയാണ്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി രൂപ മുതൽ മുടക്കും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമയ്ക്കും കിട്ടാത്തത്ര രീതിയിലുള്ള വലിയൊരു എമൗണ്ട് ആണ് പനോരമ സ്റ്റുഡിയോസ് ഈ സിനിമയ്ക്ക് വേണ്ടി അവകാശം നേടിയെടുക്കാൻ ഇറക്കിയിരിക്കുന്നതിനുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഈസ് പിന്റു അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.